നമസ്കാരം. ബി.ജെ.പി. നേതാവും അഭിഭാഷകനുമായ ഷോൺ ജോർജ് പുറത്തുവിട്ടത് പിണറായിക്ക് എതിരെയുള്ള തീപ്പന്തം തന്നെയാണ്. ഡൽഹിയിൽ കേന്ദ്രത്തിന് എതിരെ സമരത്തിലാണ് പിണറായി വിജയൻ. ദേശീയ നേതാവ് ആകുകയാണ് ലക്ഷ്യം. എന്നാൽ ദേശീയ നേതാവ് ആകുക എന്നതിനേക്കാൾ അറസ്റ്റിലാകുക എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും റെയ്ഡിന് ഇറങ്ങുന്ന SFIO ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നത് നിർണായക തെളിവുകളാണ്. അതിന് പിന്നാലെയാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പുറത്തുവിട്ടിരിക്കുന്ന രേഖകൾ. എന്താണ് ഷോൺ ജോർജ് ഫേസ്ബുക്ക് വഴി പുറത്തുവിട്ടിരിക്കുന്നത്? എക്സോലോജിക് കമ്പനി തുടങ്ങിയത് വീണ വിജയന്റെ അമ്മയുടെ, അതായത് കമലയുടെ പെൻഷൻ കാശ് കൊണ്ടാണെന്ന വാദമാണ് പൊളിച്ചിരിക്കുന്നത്. കമ്പനി കാര്യ വകുപ്പിലെ രേഖകൾ പരിശോധിച്ചാൽ വീണയുടെ കമ്പനിയിലെ നിക്ഷേപം 1 ലക്ഷം രൂപ മാത്രമാണ്. 10,000 ഓഹരികളിൽ ഒന്നിന് വില 10 രൂപ. വീണ മാത്രമാണ് ഓഹരി ഉടമ. ഇതിനൊപ്പം ദീർഘകാല വായ്പയും കമ്പനിക്കുണ്ട്. 78 ലക്ഷത്തോളമാണ് വായ്പ. ഇത് വീണയിൽ നിന്നാണ് കമ്പനി വാങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വായ്പയാണ് വീണയുടെ കമ്പനിയുടെ യഥാർത്ഥ മൂലധനം. കമ്പനി കാര്യ വകുപ്പിലെ ഈ രേഖ പുറത്തുവിട്ട ഷോൺ ജോർജ് തന്നെയാണ് ഈ കേസിലെ പരാതിക്കാരനും. ഫേസ്ബുക്കിലൂടെയായിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷോൺ ജോർജിന്റെ ഈ വിശദീകരണം എത്തുന്നത്. മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു. കേരള നിയമസഭയിൽ തന്റെ മകളുടെ കമ്പനി ഭാര്യ കമല വിജയന്റെ പെൻഷൻ ക്യാഷ് കൊണ്ടാണ് തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വീണ വിജയന്റെ എക്സോലോജിക് കമ്പനി നൽകിയ ബാലൻസ് ഷീറ്റിൽ കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണം എത്രയാണെന്ന് വ്യക്തമാക്കുന്ന രേഖ ഇതോടൊപ്പം നൽകുന്നു. ഇതായിരുന്നു ഷോണിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഇത് പിണറായിക്കും കുടുംബത്തിനും എതിരെയുള്ള ഊരാക്കുടുക്കായി മാറുക തന്നെ ചെയ്യുമെന്ന സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അന്തംകമ്മികളുടെ കാര്യം പറയാൻ നമ്മൾ ആളല്ല. അത് വേറെ തരം. ബോധം ഇല്ലാത്തവരുടെ അടുത്ത് സംസാരിക്കാൻ പോയിട്ട് കാര്യമില്ലല്ലോ. പറയുന്നത് ഷോൺ പുറത്തുവിട്ട രേഖകളെ കുറിച്ചാണ്. ഈ രേഖകൾ എന്തായാലും SFIO ഉദ്യോഗസ്ഥർ പരിശോധിക്കുക തന്നെ ചെയ്യും. ഷോൺ പുറത്തുവിട്ടത് കൊണ്ട് അത് രേഖകൾ അല്ലാതെയാകുന്നില്ല. CMRL ഇതുവരെ അടച്ച ആദായ നികുതി രേഖകൾ വരെ ആദായ നികുതി ഓഫീസിൽ പോയി കളക്ട് ചെയ്തിട്ടുണ്ട് SFIO. അതുകൊണ്ട് ഷോൺ പുറത്തുവിട്ട ഈ രേഖകളും ശരിയാണോ എന്നും, ശരിയാണെങ്കിൽ അതിനെക്കുറിച്ചും അന്വേഷണം നടത്തുക തന്നെ ചെയ്യും. കൈകൾ ശുദ്ധമല്ലെന്ന് പറയുന്ന രേഖകളിൽ എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി വിലങ്ങണിയിക്കാനുള്ള കാര്യങ്ങൾ നോക്കും. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് നിയമസഭയിൽ നോട്ടീസും നൽകും. ഈ രേഖകൾ മുഖവിലക്കെടുത്താൽ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് കള്ളമാണെന്ന് വ്യക്തമാണ്. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക് കമ്പനിക്ക് എതിരെ കൂടുതൽ കുരുക്കായി ഈ രേഖ മാറുകയും ചെയ്യും. കരിമണൽ കമ്പനിയായ CMRLുമായി എക്സോലോജിക് നടത്തിയ ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവിട്ടതോടെയാണ് 2 വർഷത്തിലേറെയായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദം കൂടുതൽ ആളിക്കത്താൻ തുടങ്ങിയത്. വിവാദങ്ങൾ ഏറെ ചർച്ച ചെയ്യുമ്പോഴും എക്സോലോജിക് കമ്പനി എന്താണെന്നോ, എന്തുകൊണ്ട് വിവാദങ്ങൾ ഉയരുന്നു എന്നോ ഉടമയായ വീണ വിജയൻ ഒരിക്കലും വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എക്സോലോജിക് കമ്പനിക്കെതിരെ ഷോൺ നടത്തുന്ന നിയമ പോരാട്ടം ഏറെ നിർണായകമാണ്. എക്സോലോജിക്കിന് തുടർച്ചയായ വർഷങ്ങളിൽ CMRLുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു. 2016 മുതൽ 2019 വരെ 4 വർഷങ്ങളിലായി ആകെ 77.60 ലക്ഷം രൂപയാണ് പെട്ടെന്ന് തിരിച്ചടക്കേണ്ട ഈടില്ലാത്ത വായ്പയായി എംപവർ എക്സോലോജിക്കിന് നൽകിയത്. CMRLന്റെ ഉടമ ശശിധരൻ കർത്ത, ഭാര്യ ജയ കർത്ത എന്നിവർ ഡയറക്ടർമാരായ കമ്പനിയാണ് എംപവർ. 2016 25 ലക്ഷം രൂപയും 2017 37.36 ലക്ഷവും 2018 10.36 ലക്ഷവും 2019 4.88 ലക്ഷം രൂപയുമാണ് എക്സോലോജിക് വാങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് ഷോൺ പുറത്തുവിട്ട രേഖ നിർണായകമായി മാറുന്നത്. CMRLിൽ നിന്നും എക്സോലോജിക് 1.72 കോടി രൂപ കൈപ്പറ്റിയത് സംബന്ധിച്ച്
സംബന്ധിച്ച ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വിവാദമായിരുന്നു. ഈ തുക നൽകിയ അതേ കാലയളവിൽ തന്നെയാണ് ഈടില്ലാത്ത വായ്പയും നൽകിയത്. എക്സോലോജിക് നഷ്ടത്തിലായിരിക്കെയാണ് ഇത്രയും വലിയ വായ്പ അനുവദിച്ചത് എന്നാണ് സൂചന. ഒരു കമ്പനിയുടെ വാർഷിക വിറ്റുവരവിന്റെ 25%-ലധികവും സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകാറില്ല. ആ സാഹചര്യത്തിലാണ് 44 ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്ന അന്ന് കമ്പനി വായ്പ അനുവദിച്ചത് എന്നതും വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ വായ്പയിലെ രേഖ അതിനിർണായകമായി തന്നെ മാറും. നന്ദി.